Dear students, we are discuss about module 2 part 7 and the main topic covered under this part simple average method and weighted average method. First one, simple average method. And the issue price under this method is calculated by dividing the total price of material in the stock form which materials are issued by the number of price involved in the calculation. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറ്റീരിയൽ പ്രൈസിങ്ങിനെ പറ്റിയായിരുന്നു. അപ്പോൾ അതിൽ മെറ്റീരിയൽ പ്രൈസിങ്ങിലെ ഫിഫോ മെത്തേഡും ലിഫോ മെത്തേഡും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ തേർഡ് മെത്തേഡാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. ഓക്കെ, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം നമ്മളൊരു മെറ്റീരിയലിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ എത്ര ടോട്ടൽ പ്രൈസ് ഉണ്ടോ, നമ്മൾ എത്ര പ്രൈസിനാണോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്, ആ ഇൻഡിവിജ്വലായിട്ട് ആ മെറ്റീരിയൽസിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജ്, അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചുകൊണ്ട് ആ ആവറേജ് പ്രൈസിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 400 units at rupees 6, then 300 units at rupees 7, then 500 units at rupees 8. ഓക്കെ, ഇവിടെ നമുക്ക് 3 റേറ്റിലാണ് നമ്മൾ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 6 രൂപയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്, ദെൻ 7 രൂപയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്, അതുപോലെ 8 രൂപയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഈ മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് പ്രൈസ് കണ്ടുപിടിച്ചിട്ട് ആ ആവറേജ് പ്രൈസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെറ്റീരിയൽ സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെ സിമ്പിൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 3 പ്രൈസ് ഉണ്ട് നമുക്ക്. 6 + 7 + 8 ഡിവൈഡ് ബൈ 3. ഓക്കെ, 21 ഡിവൈഡ് ബൈ 3. ഹിയർ ദ ഇഷ്യൂ പ്രൈസ് ഈസ് ദാറ്റ് 7. ഓക്കെ, ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഓർഗനൈസേഷനിലെ മെറ്റീരിയലിനെ പർച്ചേസ് ചെയ്യുന്ന പ്രൈസിൻ്റെ ആവറേജ് പ്രൈസിൽ ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ സിമ്പിൾ ടു ഓപ്പറേറ്റ്. നമുക്കറിയാം ഇത് വളരെ സിമ്പിളാണ്, കാരണം നമുക്കുള്ള അവൈലബിൾ പ്രൈസിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിനെ ആവറേജ് പ്രൈസിൽ ഇഷ്യൂ ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് വൺ, ഇറ്റ് ഗീവ്സ് ഗുഡ് റിസൾട്ട് വെൻ പ്രൈസ് ആർ സ്റ്റേബിൾ. ഓക്കെ, പ്രൈസിൽ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടാൻ സാധിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ, ഇറ്റ് മിനിമൈസ് ദി വേരിയൻസ് ഇൻ ദി കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, പരമാവധി നമ്മുടെ മാർക്കറ്റ് പ്രൈസിലുള്ള വേരിയൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മെത്തേഡ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. ദെൻ ഫസ്റ്റ് വൺ, ദ മെറ്റീരിയൽ കോസ്റ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദി ആക്ച്വൽ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഒരിക്കലും നമുക്കൊരു ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയാനായിട്ട് സാധിക്കും. ദെൻ ഡസ് നോട്ട് ഗിവ്സ് എ സാറ്റിസ്ഫാക്ടറി റിസൾട്ട് വെൻ ദി പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ഫ്ലക്ച്വേറ്റ് കൺസിഡറബിളി. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിൻ്റെ പ്രൈസ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണെങ്കിൽ അവിടെ നമുക്ക് എഫക്റ്റീവാക്കിയിട്ട് ഈ മെത്തേഡ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ദെൻ തേർഡ് വൺ, ഐഡൻറ്റിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോഴ്സ് ഈസ് ലോസ്റ്റ്. നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർ ഐഡൻറ്റിറ്റി ഒരിക്കലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതും ഇതിൻ്റെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ലിമിറ്റേഷനാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ സിമ്പിൾ ആവറേജ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്. മെറ്റീരിയൽസിനെ അതിൻ്റെ പ്രൊക്യൂർ ചെയ്യുന്ന പ്രൈസിൻ്റെ ആവറേജ് റേറ്റ് കണ്ടിട്ട് അതിനെ ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then we are come to the fourth method of material pricing is that weighted average method. Then under this method, a price which is calculated by dividing the total cost of materials in stock from which the materials to be priced could be drawn by the total quantity of materials in the stock. That the price is calculated by dividing the total cost of material in stock by the total quantity in stock. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ബൈ ദി ടോട്ടൽ ക്വാണ്ടിറ്റി.
ഓക്കെ, വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ നമ്മൾ മെറ്റീരിയലിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്, ആ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ഓക്കെ, മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ അതിൻ്റെ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക്, നമ്മുടെ ബാലൻസിലുള്ള ടോട്ടൽ സ്റ്റോക്ക് ഇൻ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ റേറ്റിൽ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും റിസീവ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ബാലൻസ്, ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴാണോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്, ആ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാലൻസിലുള്ള ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ദെൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനെ നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ടോ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതിൻ്റെ സമ്മ് അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആ റേറ്റിലാണ് നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യേണ്ടത്. Okay, then for example, in an organization, the 300 units at rupees 11, then the 400 units at rupees 10, then the 300 units at 12. In this case, the weighted average price at which the issue is to be made is that the 3 rate is available, then 300 into 11 plus 400 into 10 plus 300 into 12 divided by 300 plus 400 plus 300 is equal to 10,900 divided by 1,000 is equal to 10.90. ഓക്കെ, ഈ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ നമ്മൾ മെറ്റീരിയലിൻ്റെ ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ടോട്ടൽ പ്രൈസ്, ഓക്കെ, മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര മെറ്റീരിയൽ ഉണ്ട് ടോട്ടൽ യൂണിറ്റ്സ്, മെറ്റീരിയൽസിൻ്റെ ടോട്ടൽ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് കിട്ടും. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് of weighted average method. Number 1, the pricing is more accurate as consider quantity as well as price. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വളരെ മോർ ആക്യുറേറ്റ് ആണ്, കാരണം ഇവിടെ നമ്മൾ പ്രൈസും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then second one, this is the most desirable method to adopt as even out of the effect of price fluctuation. ഓക്കെ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്, കാരണം ഇവിടെ പ്രൈസിന് ആനുപാതികമായിട്ടുള്ള ക്വാണ്ടിറ്റിയെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. The third one, the need for calculation of new issue, the price arises only when a lot of material is received. The need for calculation of new issue, the price is arise only when a new lot of material is received. ഓക്കെ, മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ന്യൂ ലോട്ട് ഓഫ് മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നതിനും കൂടെ ആ ക്വാണ്ടിറ്റിയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ന്യൂ ഇഷ്യൂ പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫോർത്ത് വൺ, ദ ഇൻവെൻറ്ററി ഓർ സ്റ്റോക്ക് അണ്ടർ ദിസ് മെത്തേഡ് ഈസ് വാല്യൂഡ് ഉള്ളി അറ്റ് വൺ റേറ്റ്. ഓക്കെ, എപ്പോഴും ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു റേറ്റിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് വാല്യുവേഷൻ കണ്ടക്റ്റ് ചെയ്യുന്നത്. അതാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ദെൻ ഫസ്റ്റ് വൺ, ദ കാൽക്കുലേഷൻ ഈസ് ടെഡീഷ്യസ്, ദ പ്രൈസ് ഹാഡ് ടു ബി വർക്ക്ഡ് ഔട്ട് ദി ഡെസിമൽ ടു ഗെറ്റ് ദി കറക്റ്റ് the price had to be worked out the decimal to get a correct result. Okay, the calculation is tedious. Okay, ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഇതിൻ്റെ കാൽക്കുലേഷൻ എപ്പോഴും വളരെ വിശാലമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആയിരിക്കും. സാധാരണഗതിയിൽ നമുക്കൊരു മെറ്റീരിയലിൻ്റെ പ്രൈസിങ്ങിന് അത്ര വിശാലമായിട്ട് നമുക്ക് മെറ്റീരിയലിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു ടെഡീഷ്യസ് പ്രോസസ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ, ദ മെറ്റീരിയൽ കോസ്റ്റ് ആർ നോട്ട് ചാർജ് ഔട്ട് ദി ആക്ച്വൽ കോസ്റ്റ്, ദ ഇഷ്യൂ പ്രൈസ് കണ്ടെയ്ൻ ആൻ എലമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് ആർ നോട്ട് ചാർജ് ഔട്ട് അറ്റ് ആക്ച്വൽ കോസ്റ്റ്. ഇതൊരിക്കലും മെറ്റീരിയലിൻ്റെ ഒരു ആക്ച്വൽ കോസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബേസിൽ നമുക്ക് മെറ്റീരിയലിൻ്റെ പ്രൈസിങ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ക്വാണ്ടിറ്റിയും പ്രൈസും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആക്ച്വൽ കോസ്റ്റ് മെത്തേഡെന്ന് ഈ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിനെ പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറ്റീരിയൽ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മെത്തേഡാണ്. ഒന്ന് സിമ്പിൾ ആവറേജ് മെത്തേഡ്, മെറ്റീരിയലിനെ അതിൻ്റെ പ്രൈസിൻ്റെ പർച്ചേസ് പ്രൈസിൻ്റെ ആവറേജിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിനെ അതിൻ്റെ പ്രൈസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക്, ഇഷ്യൂസിന് മുമ്പുള്ള ടോട്ടൽ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് എടുത്തുകൊണ്ട് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദെൻ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ് റെസ്പെക്ട് ഓഫ് മെറ്റീരിയൽ ഡ്യൂറിങ് ദി മാർച്ച് 2014. ദെൻ data particulars, units and rate per unit. Then on March 1st 2004, the balance in a store 600 units, rate per unit 4. Then March 6 received 400 units at rupees 5. Then March 8 issued 300 units. Then March 25 received 200 units at rupees 6. Then March 3rd issued 250 units. Then prepare stores ledger under simple average price method and weighted average പ്രൈസ് മെത്തേഡ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. മാർച്ച് മാസം 2014 നടന്ന ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ ബേസിൽ നമ്മൾ സ്റ്റോഴ്സ് ലെജർ തയ്യാറാക്കണം. അത് സിമ്പിൾ ആവറേജ് മെത്തേഡും ദെൻ വെയ്റ്റഡ് ആവറേജ് മെത്തേഡും ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ദെൻ ഇനി നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമുക്കറിയാം സ്റ്റോഴ്സ് ലെജർ തയ്യാറാക്കുന്ന സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. പ്രധാനമായിട്ടും നമ്മൾ ടേബുലർ ഫോമാറ്റ് വരയ്ക്കുക. ദെൻ അതിൻ്റെ മുകളിൽ ഹെഡിങ് കൊടുക്കുക, സ്റ്റോഴ്സ് ലെജർ അക്കൗണ്ട് അണ്ടർ സിമ്പിൾ ആവറേജ് മെത്തേഡ്. ദെൻ 3 കോളം പ്രൊവൈഡ് ചെയ്യുന്നു, റിസീപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്. നമുക്ക് ട്രാൻസാക്ഷൻസ് ഒന്ന് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാം. ദെൻ ഓൺ 1st March 2014, 2014 മാർച്ച് മാസം 1-ാം തീയതി നമ്മുടെ ബാലൻസ് എത്രയാണ്? 600 യൂണിറ്റ് 4 രൂപ നിരക്കിൽ 2400 മെറ്റീരിയൽ നമ്മുടെ കൈവശം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ബാലൻസ് കോളത്തിൽ അത് പോസ്റ്റ് ചെയ്യുക. 600 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 4, എമൗണ്ട് 2400. ഓക്കെ, ദെൻ ഓൺ March 6 received 400 units at rupees 5. ഓക്കെ, മാർച്ച് 6-ാം തീയതി നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് 400 യൂണിറ്റ് 5 രൂപ നിരക്കിൽ റിസീവ് ചെയ്തു. ഓക്കെ, നമ്മൾ റിസീവ് സൈഡിൽ കാണിക്കുക 400 യൂണിറ്റ് 5 രൂപ നിരക്കിൽ 2000 യൂണിറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ബാലൻസ് കാണിക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ടല്ല കാണിക്കേണ്ടത്, നമ്മുടെ ക്വാണ്ടിറ്റിയും ബാലൻസും കൂട്ടി വേണം ഇവിടെ കാണിക്കാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് 600 യൂണിറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ പർച്ചേസ് ചെയ്ത 400 യൂണിറ്റോടെ കൂട്ടി നമ്മൾ ബാലൻസ് കാണിക്കുമ്പോൾ നമ്മളിപ്പോൾ ബാലൻസ് ഉള്ളത് 1000 ക്വാണ്ടിറ്റി. ദെൻ അതിൻ്റെ എമൗണ്ട് 2400 എമൗണ്ട് ആയിരുന്നു നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നത്. ഇനി 2000 ക്വാണ്ടിറ്റി 2000 എമൗണ്ടിൻ്റെ മെറ്റീരിയലൂടെ നമ്മൾ കൂട്ടുമ്പോൾ 2400 അധികം 2000 4400 രൂപയുടെ മെറ്റീരിയൽ നമ്മുടെ കൈവശം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലിഫോ മെത്തേഡിലും ബിഫോ മെത്തേഡിലൊക്കെ അപേക്ഷിച്ച് വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റിയും അതോടൊപ്പം തന്നെ പ്രൈസും നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ മാർച്ച് 6-ാം തീയതി നമ്മൾ 400 ക്വാണ്ടിറ്റി 5 രൂപ നിരക്കിൽ 2000 രൂപയുടെ മെറ്റീരിയലൂടെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1000 ക്വാണ്ടിറ്റി, ദെൻ എമൗണ്ട് 4400. ഓക്കെ, ദെൻ മാർച്ച് 8. ഓക്കെ, മാർച്ച് 8-ാം തീയതി നമുക്ക് 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇഷ്യൂ പ്രൈസ് നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഫോളോ ചെയ്യുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡിലാണ്. ഓക്കെ, അപ്പം ഇഷ്യൂ റേറ്റ് ഓഫ് മാർച്ച് 8. ഓക്കെ, മാർച്ച് 8-ാം തീയതി നമ്മുടെ ഇഷ്യൂ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രൈസിൻ്റെ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നോക്കി, നമ്മുടെ ആദ്യമേ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്ന 600 ക്വാണ്ടിറ്റി 4 രൂപ നിരക്കിൽ 2400 മെറ്റീരിയൽ നമ്മുടെ കൈവശമുണ്ട്. ദെൻ രണ്ടാമത് നമ്മൾ മാർച്ച് മാസം 6-ാം തീയതി പർച്ചേസ് ചെയ്ത 400 ക്വാണ്ടിറ്റി 5 രൂപ നിരക്കിൽ 2000 രൂപയുടെ മെറ്റീരിയലുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 8-ാം തീയതി നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ മൊത്തം 1000 രൂപയുടെ 1000 ക്വാണ്ടിറ്റി മെറ്റീരിയലാണ് നമുക്ക് ഉള്ളത്. 1000 ക്വാണ്ടിറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 പ്രൈസിലുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലാണുള്ളത്. ഒന്ന് 4 രൂപയ്ക്ക് വാങ്ങിച്ച 600 ക്വാണ്ടിറ്റി മെറ്റീരിയലും ദെൻ 5 രൂപയ്ക്ക് വാങ്ങിച്ച 400 ക്വാണ്ടിറ്റി മെറ്റീരിയലുമാണ് ഉള്ളത്. അപ്പോൾ 2 പ്രൈസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രൈസിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 8-ാം തീയതി നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ഇഷ്യൂ റേറ്റ് ഓഫ് March 8 ഈസ് ഈക്വൽ ടു 2 price is available, then 4 and 5, then 4 plus 5 divided by 2. ഓക്കെ, 2 പ്രൈസാണ് നമുക്ക് ഇവിടെ ഉള്ള മെറ്റീരിയൽ വാങ്ങിച്ചത്. ഒന്ന് 4 രൂപയ്ക്ക് വാങ്ങിച്ചതും 2 5 രൂപയ്ക്ക് വാങ്ങിച്ചതും. അപ്പോൾ അതിൻ്റെ
ആവറേജ് കാണുക. 4+5 ഡിവൈഡ് ബൈ 2 = 4.50. അപ്പോൾ മാർച്ച് മാസം നമ്മൾക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 4 രൂപ 50 പൈസയാണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? 4 രൂപ 50 പൈസ വന്നത് നമുക്ക് 2 റേറ്റാണ് ഇവിടെ അവൈലബിൾ ഉള്ളത്. ഒന്ന് 4 രൂപയും 5 രൂപയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവറേജ് കാണുക. അതുകൊണ്ടാണ് നമ്മൾ 4.50 എന്ന ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രൈസിൻ്റെ ആവറേജാണ് ഇഷ്യൂ പ്രൈസിന് വേണ്ടി കാൽക്കുലേറ്റ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, നമുക്ക് മാർച്ച് മാസം 8-ാം തീയതി 300 ക്വാണ്ടിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്ത് കാണിച്ചു. മാർച്ച് മാസം 8 300 ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് 4.50. ദെൻ എമൗണ്ട് 1350, 1350 രൂപ ആണ് അതിൻ്റെ എമൗണ്ട്. ദെൻ ബാലൻസ് സാധാരണ നമ്മൾ കാണിക്കുന്ന പോലെ എന്താണ്, 1000 ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടായിരുന്നു. 1000 ക്വാണ്ടിറ്റിയിൽ നമ്മൾ 300 ഇഷ്യൂ ചെയ്തു. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 700 ക്വാണ്ടിറ്റി. ദെൻ 4400 നിന്നും 1350 പോയ ബാലൻസ് 3050 രൂപയുടെ മെറ്റീരിയലാണ് നമ്മുടെ കൈവശം ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് ദാറ്റ് ഓൺ March 25 റിസീവ്ഡ് 200 യൂണിറ്റ്സ് അറ്റ് ₹6. ഓക്കെ, മാർച്ച് 25-ാം തീയതി നമ്മൾ 200 യൂണിറ്റ് 6 രൂപ നിലയ്ക്ക് റിസീവ് ചെയ്തു. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റി കാണിക്കുക, 200 ക്വാണ്ടിറ്റി. ദെൻ റേറ്റ് 6, എമൗണ്ട് 1200. ഓക്കെ, ഇനി നമ്മൾ ബാലൻസ് എഴുതുക. ബാലൻസ് എഴുതുന്ന പോലെ ബാലൻസ് എഴുതുന്നത് എങ്ങനെയാണ്? നമ്മൾ ബാലൻസ് നിലവിലുള്ള റെസിപ്റ്റ് എങ്ങനെ കാണിക്കേണ്ടത്? നിലവിലുള്ള ബാലൻസിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കുക. ആഡ് ചെയ്ത് കാണിക്കുമ്പോൾ എത്രയാണ്? 700 യൂണിറ്റ് ആയിരുന്നു നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നത്. അതിൽ 200 യൂണിറ്റ് കൂടെ നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പം 700ൻ്റെ കൂടെ 200 കൂട്ടി 900 യൂണിറ്റ് നമ്മുടെ ബാലൻസ് ഉണ്ട്. ദെൻ എമൗണ്ട് 3050 ആയിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് 1200 മെറ്റീരിയൽ വാങ്ങിച്ചു. അപ്പം മുഴുവൻ നമ്മുടെ ബാലൻസ് എന്ന് പറഞ്ഞത് 4250. ഓക്കെ, ഫിഫോയിൽ നിന്ന് ലിഫോയിൽ നിന്ന് വ്യത്യാസം എന്താണ്? നമ്മൾ ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴും അത് ടോട്ടലായിട്ട് കാണിക്കാവുള്ളൂ, ഇൻഡിവിജ്വലായിട്ട് കാണിക്കുന്നത്. അതാണ് ഒറ്റ വ്യത്യാസം മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. അപ്പോൾ നമുക്ക് മാർച്ച് മാസം 25-ാം തീയതി നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് 900 യൂണിറ്റ് 4250 രൂപയുടെ മെറ്റീരിയൽ നമ്മുടെ കൈവശം ഉണ്ട്. ഓക്കെ, ഓൺ March 30 ഇഷ്യൂഡ് 250 യൂണിറ്റ്സ്. ഓക്കെ, മാർച്ച് മാസം 30-ാം തീയതി നമുക്ക് 250 യൂണിറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യണം. മാർച്ച് മാസം 30-ാം തീയതി 250 യൂണിറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എൻ്റെ ഇഷ്യൂ പ്രൈസ് കാണാൻ പറ്റും? ഇവിടെ നോക്കുക, മൊത്തം നമുക്ക് 900 യൂണിറ്റാണ് നമുക്കുള്ളത്. 900 യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 രൂപയ്ക്ക് വാങ്ങിച്ച മെറ്റീരിയലുണ്ട്, 5 രൂപയ്ക്ക് വാങ്ങിച്ച മെറ്റീരിയലുണ്ട്, 6 രൂപയ്ക്ക് വാങ്ങിച്ച മെറ്റീരിയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പ്രൈസും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം അതിൻ്റെ ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇവിടെ ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മെറ്റീരിയലിൻ്റെ ഇഷ്യൂസിനെ നോക്കുക. ഇപ്പം നമ്മൾ ആദ്യം നമ്മുടെ ക്വാണ്ടിറ്റി ഉള്ള മെറ്റീരിയൽ നമ്മൾ പൂർണ്ണമായിട്ടും ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആവറേജിൻ്റെ പ്രൈസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രൈസ് ഒരിക്കലും കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മാർച്ച് മാസം 8-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്തത് പ്രധാനമായിട്ടും 4 രൂപയ്ക്ക് മേടിച്ച മെറ്റീരിയലും ഉണ്ട്, 5 രൂപയ്ക്ക് മെറ്റീരിയൽ വാങ്ങിച്ചതും ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മളോട് പറയുകയാണ് മാർച്ച് മാസം 8-ാം തീയതി 600 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് 4 രൂപയുടെ മെറ്റീരിയലുണ്ട്, 5 രൂപയുടെ മെറ്റീരിയലുണ്ട്. അപ്പോൾ നമ്മൾ ആ 600 ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ 2014 മാർച്ച് മാസം 1-ാം തീയതി നമ്മൾ 4 രൂപയ്ക്ക് വാങ്ങിച്ച മെറ്റീരിയൽ പൂർണ്ണമായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ അതിൻ്റെ പ്രൈസ് ആവറേജ് എടുക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രൈസ് ആവറേജ് എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ പ്രൈസ് നമ്മൾ ആവറേജ് എടുക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യുകയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്തുള്ള കാരണം ആ ബാലൻസ് യൂണിറ്റ് കൂടെ നമ്മുടെ ടോട്ടലിൽ നിലനിൽക്കുന്ന കാരണമാണ് മാർച്ച് മാസം 30-ാം തീയതി നമ്മൾ അതിൻ്റെ ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 പ്രൈസും കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ അത് ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ക്വാണ്ടിറ്റി നമ്മുടെ ബാലൻസ് നിൽക്കുന്നത് ഒരെണ്ണത്തിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ് മാർച്ച് മാസം 30-ാം തീയതി പ്രധാനമായിട്ടും നമുക്ക്
നമുക്ക് 3 പ്രൈസിലുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. കാരണം 300 ക്വാണ്ടിറ്റിയെ നമ്മൾ ഇതുവരെയായിട്ട് ഇഷ്യൂ ചെയ്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 രൂപയ്ക്ക് വാങ്ങിച്ച മെറ്റീരിയലുണ്ട്, ദെൻ 5 രൂപയ്ക്ക് വാങ്ങിച്ച മെറ്റീരിയലുണ്ട്, അവസാനമായിട്ട് നമ്മൾ 6 രൂപയ്ക്ക് വാങ്ങിച്ച മെറ്റീരിയലും നമ്മുടെ ടോട്ടൽ സ്റ്റോക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിൾ ആവറേജ് ഇഷ്യൂ റേറ്റ് ഓഫ് March 13th ഈസ് ഈക്വൽ ടു 4 + 5 + 6 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു ₹5. ഓക്കെ, ഈ 3 പ്രൈസിൻ്റെയും ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമ്മുടെ ബാലൻസിൽ ഇൻവോൾവ് ആയത് കാരണം 30-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ 3 റേറ്റിൻ്റെയും ആവറേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 രൂപയ്ക്ക് വാങ്ങിച്ച മെറ്റീരിയലുണ്ട്, 5 രൂപയ്ക്ക് വാങ്ങിച്ച മെറ്റീരിയലുണ്ട്, 6 രൂപയ്ക്ക് വാങ്ങിച്ച മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു ₹5. അപ്പോൾ 30-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് റേറ്റ് ₹5. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ഇഷ്യൂ കാണിക്കുന്ന കാണിക്കുക 250 യൂണിറ്റ്, ദെൻ 5 രൂപ നിരക്കിൽ 1250 രൂപയുടെ മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്തു. ദെൻ അതിൻ്റെ ബാലൻസ് എടുത്തെഴുതുക. 250 പോയ ബാക്കി 650 ക്വാണ്ടിറ്റി, ദെൻ 3000 രൂപയുടെ മെറ്റീരിയലാണ് നമുക്ക് സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം മാർച്ച് മാസം 30-ാം തീയതി നമ്മുടെ ബാലൻസ് ഉള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ പ്രൈസിങ് ആവറേജ്, മെറ്റീരിയലിൻ്റെ റേറ്റിൻ്റെ ആവറേജിൻ്റെ ബേസിലാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇതേ ട്രാൻസാക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് നമുക്കറിയാം. The weighted average price is equal to total cost of material divided by total units in a stock. ഇവിടെ നമ്മൾ പ്രൈസ് മാത്രമല്ല, അതിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റിനോടൊപ്പം തന്നെ എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യും, എന്തുകൂടെ കൺസിഡർ ചെയ്യും, ആ മെറ്റീരിയലിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റിയും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മളതിനെ അതിൻ്റെ ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഹെഡിങ് കൊടുക്കുക, സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് അണ്ടർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, ദെൻ ഇഷ്യൂസ്, റിസീപ്റ്റ്സ്, ബാലൻസ്, ഇങ്ങനെ 3 രീതിയിൽ അതിനെ കോളം ഡിവൈഡ് ചെയ്യുക. ഇനി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്കൊന്ന് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഓൺ 1st March 2014 the balance is at ₹600 units at rate for the amount 2400. ഓക്കെ, മാർച്ച് മാസം 1-ാം തീയതി നമ്മുടെ കയ്യിലുള്ള ബാലൻസ് എത്രയാണ്? 600 ക്വാണ്ടിറ്റി, 4 രൂപ നിരക്കിൽ 2400 രൂപയുടെ മെറ്റീരിയൽ നമ്മുടെ കൈവശം ഉണ്ട്. ഓക്കെ, ദെൻ ഓൺ March 6 റിസീവ്ഡ് 400 യൂണിറ്റ്സ് അറ്റ് ₹5. മാർച്ച് മാസം 6-ാം തീയതി നമ്മൾ 400 യൂണിറ്റ് 5 രൂപ നിരക്കിൽ റിസീവ് ചെയ്തു. നമ്മൾ റിസീപ്റ്റ്സ് അതിൽ കാണിക്കുക. 400 യൂണിറ്റ് 5 രൂപ നിരക്കിൽ 2000 രൂപയുടെ മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചു. ഓക്കെ, ഇവിടെയും നമ്മൾ ബാലൻസ് കൂട്ടിയാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട്? ബാലൻസിലേക്ക് വരുമ്പോൾ കാണിക്കുക 600 + 400. ഓക്കെ, 1000 യൂണിറ്റ്സ്, ദെൻ അതിൻ്റെ എമൗണ്ട് 2400 2000 കൂട്ടി 4400. ഓക്കെ, ദെൻ ഓൺ March 8 ഇഷ്യൂഡ് 300 യൂണിറ്റ്സ്. മാർച്ച് മാസം 8-ാം തീയതി നമ്മളോട് 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം മാർച്ച് മാസം 8-ാം തീയതി നമുക്ക് 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇഷ്യൂ പ്രൈസ് എത്രയാണ് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? The issue rate under weighted average method is equal to total cost of material divided by total ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? നമ്മൾ എപ്പോഴാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉള്ള നമ്മുടെ ബാലൻസിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഇഷ്യൂ ചെയ്യുന്നതിന് ആ സമയത്തുള്ള നമ്മുടെ ബാലൻസിലുള്ള മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഇഷ്യൂ വെയ്റ്റഡ് ആവറേജ് പ്രൈസിലുള്ള ഇഷ്യൂ പ്രൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം 8-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 4400 രൂപയുടെ മെറ്റീരിയലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ദെൻ നമ്മുടെ ടോട്ടൽ വെയ്റ്റോ മൊത്തം 1000 ക്വാണ്ടിറ്റി മെറ്റീരിയലാണ് നമുക്കുള്ളത്. സോ ദ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ഈസ് ഈക്വൽ ടു 4400 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 4.40.
അപ്പം മാർച്ച് മാസം 8-ാം തീയതി നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് നമുക്ക് കിട്ടി. എത്രയാണ്? 4 രൂപ 40 പൈസ. അപ്പോൾ നമ്മൾ എഴുതുക 300 ക്വാണ്ടിറ്റി 4.40 എമൗണ്ട് 1320. ദെൻ ബാലൻസ് അവിടെ എടുത്ത് കാണിക്കുക. 300 ക്വാണ്ടിറ്റി പോയി. ദെൻ ബാലൻസ് റിമൈനിങ് 700 യൂണിറ്റ്സ്. ദെൻ എമൗണ്ട് 1320 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള 4400 നിന്ന് 1320 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള 3080 ക്വാണ്ടിറ്റി ഓഫ് റുപ്പീസ് എമൗണ്ട് മെറ്റീരിയൽ നമ്മുടെ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. Okay, then on March 25 received 200 units at ₹6. Okay, മാർച്ച് 25-ാം തീയതി 200 യൂണിറ്റ് 6 രൂപ നിരക്കിൽ 1200 മെറ്റീരിയൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ 200 ക്വാണ്ടിറ്റി, റേറ്റ് 6, എമൗണ്ട് 1200. ഓക്കെ, നമ്മൾ ബാലൻസിലേക്ക് ആഡ് ചെയ്ത് കാണിക്കുക. 900 യൂണിറ്റ്സ്, ദെൻ എമൗണ്ട് 3080 അധികം 1200, 4280 രൂപയുടെ മെറ്റീരിയൽ നമ്മുടെ കൈവശം ഉണ്ട്. ദെൻ ഓൺ മാർച്ച് 30 ഇഷ്യൂഡ് 250 യൂണിറ്റ്സ്. ഓക്കെ, മാർച്ച് മാസം 30-ാം തീയതി നമ്മളോട് പറയുന്നു 250 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വെയ്റ്റഡ് ആവറേജ് പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓർത്തിരിക്കുക, എപ്പോഴാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ മെറ്റീരിയലിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഇഷ്യൂ പ്രൈസ് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ദ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ഓഫ് 30th March ഈസ് ഈക്വൽ ടു ദെൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ദി ടൈം ഈസ് 4280. Then total quantity 900 units. Then therefore the issue price, the weighted average issue price at March 13 is equal to 4.75. ഓക്കെ, 4250 രൂപയുടെ മെറ്റീരിയൽ നമ്മുടെ കൈവശം ആ സമയത്തുണ്ട്. ദെൻ നമുക്ക് 900 ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമ്മുടെ കൈവശമുണ്ട്. ദെയർഫോർ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ഇൻ മാർച്ച് 30-ാം തീയതി വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞത് 4250 ഡിവൈഡഡ് ബൈ 900 ഈസ് ഈക്വൽ ടു 4.75. ഓക്കെ, അതാണ് നമ്മുടെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. Therefore issue 250 units, rate 4.75, then amount 1187.5. ഓക്കെ, ദെൻ ബാലൻസ് എടുത്തെഴുതുക. കുറച്ച് 900 നിന്ന് 250 പോയി, ബാലൻസ് റിമൈനിങ് 650 യൂണിറ്റ്സ്. എമൗണ്ട് 3092.5. ഓക്കെ, ഇതാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരവും അതോടൊപ്പം തന്നെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരവുമുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് അല്ലെങ്കിൽ പ്രൈസിൻ്റെ ആവറേജ് എടുത്തിട്ട് ആ റേറ്റിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ബാലൻസ് തീർന്നു പോയ മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഒരിക്കലും നമ്മൾ ആവറേജ് എടുക്കാൻ വേണ്ടി കൺസിഡർ ചെയ്യരുത്. അപ്പോൾ പ്രൈസിൻ്റെ ആവറേജിൽ നമ്മൾ ഇഷ്യൂ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന രീതിയാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലേക്ക് വരുമ്പോൾ അതിന് വെദർ ഇറ്റ് മേ ബി കാൽക്കുലേറ്റിംഗ് ദി വെയ്റ്റഡ് ആവറേജ് ഇഷ്യൂ പ്രൈസ് ഈസ് ഈക്വൽ ടു കൺസിഡറിങ് ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ്. ഓക്കെ, ക്വാണ്ടിറ്റിയും പ്രൈസും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ: ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ എ സ്റ്റോക്ക്. നമ്മൾ എപ്പോഴാണോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്, ആ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാലൻസിലുള്ള മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇഷ്യൂ പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വെയ്റ്റഡ് ആവറേജ് പ്രൈസിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ രണ്ടാമത്തെ മോഡ്യൂളിൽ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മോഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത കാര്യമെന്ന് പറയുന്നത് മെറ്റീരിയൽ കൺട്രോളിങ്ങിനെ പറ്റിയാണ്. മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതിൻ്റെ കൺട്രോളിങ്ങുമായിരുന്നു. പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷനിലെ കോസ്റ്റിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻ്റാണ് മെറ്റീരിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മെറ്റീരിയൽ
മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, ആൻഡ് കൺട്രോളിങ് എന്താണ്. ദെൻ വി ആർ ഡിസ്കസിങ് ദ മെയിൻലി 3 സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ മെറ്റീരിയൽ കൺട്രോൾ, ദെൻ പർച്ചേസ് കൺട്രോൾ, ദെൻ സ്റ്റോഴ്സ് കൺട്രോൾ, ദെൻ മെറ്റീരിയൽ പ്രൈസിങ്, ദെൻ അതിൻ്റെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും പ്രോബ്ലം പാർട്ടിൽ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇക്വേഷൻ നമുക്കറിയാം, √2CO / I. ദെൻ അതിനുശേഷം ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീ ഓർഡർ ലെവൽ, ഡേഞ്ചർ ലെവൽ, ആവറേജ് ലെവൽ, ഇങ്ങനെ ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം മെറ്റീരിയൽ പ്രൈസിംഗ് ആണ്. മെറ്റീരിയൽ പ്രൈസിങ്ങിലേക്ക് വന്നപ്പോൾ നമ്മൾ 4 മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, മെറ്റീരിയൽ റിസീവ്ഡ് ഫസ്റ്റ് ഇഷ്യൂഡ് ഫസ്റ്റ്. ദെൻ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, മെറ്റീരിയൽ റിസീവ്ഡ് ലാസ്റ്റ് ആൻഡ് ഇഷ്യൂഡ് ഫസ്റ്റ്. ദെൻ സിമ്പിൾ ആവറേജ് മെത്തേഡ്, ദെൻ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂൾ മെറ്റീരിയൽ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ മോഡ്യൂൾ നമ്മൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.